ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കടുത്ത നടപടിക്ക് ഒരുങ്ങുകയാണ് ദേശീയ വനിതാ കമ്മീഷൻ. പരാതിക്കാരിൽ നിന്ന് നേരിട്ട് മൊഴിയെടുക്കാൻ കമ്മീഷൻ ഇന്ന് കേരളത്തിലെത്തും. കമ്മീഷൻ അംഗം ഡെലീന കോങ്ഡാപ്പാണ് മൊഴിയെടുക്കാനെത്തുന്നത്. സംസ്ഥാന വനിതാ കമ്മീഷനുമായി അംഗം കൂടിക്കാഴ്ച നടത്തും. വിവിധ വനിതാ സംഘടനകളുമായും ഡെലീന കോങ്ഡാപ്പ് ആശയവിനിമയം നടത്തും. റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ. റിനു, കൃത്യമായിട്ടുള്ള ഒരു മറുപടി കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പൂർണ്ണ രൂപം ലഭിച്ചിട്ടില്ല എന്ന കാര്യത്തിലാണ് ഇടപെടൽ ദേശീയ വനിതാ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ കേരളത്തിലെത്തുന്ന സംഘം വനിതാ കമ്മീഷൻ എങ്ങനെയാണ് ഇന്നത്തെ ദിവസം എന്തൊക്കെ നടപടികളാണ് ഉണ്ടാവുക? ഒപ്പം വരും ദിവസങ്ങളിലും എത്ര ദിവസം ഇവർ തുടരാനുള്ളൊരു സാധ്യതയുണ്ട്, പരാതികളടക്കം കേൾക്കേണ്ടതുള്ളതുകൊണ്ട്? ശ്രുതി, തുളസി, നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നൊരു സാഹചര്യം, പരാതികളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണങ്ങൾ, പ്രതികൾ ഒളിവിൽ പോകുന്ന സാഹചര്യം, സുപ്രീം കോടതിയും ഹൈക്കോടതിയിലടക്കം ജാമ്യ ഹർജികൾ എത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് ദേശീയ വനിതാ കമ്മീഷൻ കൂടി ഇവിടെ എത്തുന്നത്, സംസ്ഥാനത്തേക്ക് എത്തുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള അന്വേഷണത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ദേശീയ വനിതാ കമ്മീഷൻ അംഗമായിട്ടുള്ള ഡെലീന കോങ്ഡപ്പാണ് ഇവിടേക്ക് എത്തുന്നത്. തിരുവനന്തപുരത്ത് ഇന്ന് എത്തിച്ചേരും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. തിരുവനന്തപുരം ഈ വഴുതക്കാട്ടെ ഗസ്റ്റ് ഹൗസിൽ തങ്ങിയതിനു ശേഷം ഇന്ന് തന്നെ വനിതാ കമ്മീഷൻ അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഒപ്പം വിവിധ വനിതാ സംഘടനകളുമായിട്ടും കൂടിക്കാഴ്ച നടത്തും. ഒരുപക്ഷെ ഈ മൊഴി നൽകിയെന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ആരോപണങ്ങളുമായി രംഗത്തെത്തി എന്ന് പറയപ്പെടുന്നവരെയും വനിതാ കമ്മീഷൻ അംഗം കാണാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ദേശീയ തലത്തിലടക്കം വലിയ രീതിയിലുള്ള ചർച്ചയായ സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാനത്തേക്ക് ഈ വനിതാ കമ്മീഷൻ അംഗം എത്തുന്നത്. ഇത് ഒരു പടി കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാഹചര്യം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ദേശീയ വനിതാ കമ്മീഷൻ അംഗം കൂടി എത്തുന്നതോടുകൂടി ഈ വിഷയം ഒന്നുകൂടി ബലപ്പെടുകയാണ്. എന്തായാലും ദേശീയ വനിതാ കമ്മീഷൻ അംഗം ഇന്ന് പുലർച്ചയോടുകൂടി എത്തുമെന്നുള്ളൊരു വിവരമാണ് ലഭിച്ചത്. പക്ഷേ പുലർച്ചയോടുകൂടി എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വൈകുന്നേരത്തോടു കൂടി എത്തും എന്നുള്ളൊരു വിവരവും ഉണ്ട്. എന്തായാലും ഈ എത്തിയ ഉടൻ തന്നെ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായി കൂടിക്കാഴ്ച നടത്തും. ശ്രുതി, റിനു, ഏതായാലും ഈ ദേശീയ വനിതാ കമ്മീഷൻ ഇടപെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ദേശീയ തലത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ രീതിയിൽ ചർച്ചയായി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അപ്പം തന്നെ ഈ പരാതിക്കാരുമായി, അല്ലെങ്കിൽ നേരത്തെ മൊഴി നൽകിയവരുമായി ഇവർ ആശയവിനിമയം നടത്തുമെന്നറിയുമ്പോൾ ഏതു രീതിയിലായിരിക്കും ആ നടപടിക്രമങ്ങൾ? അവരെ ഉടനെ തന്നെ ബന്ധപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തുളസി, നിലവിൽ ആരെ കാണും, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും മൊഴിയെടുപ്പ് അല്ലെങ്കിൽ പ്രവർത്തന രീതി എന്നതടക്കം നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുളസി സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തും രാജ്യത്തും വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉടലെടുക്കുന്ന സാഹചര്യം. കേരള സിനിമാ മേഖലയിൽ ഇത്തരമൊരു റിപ്പോർട്ട് വന്നതെ തുടർന്ന് തമിഴിലും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലടക്കം, മറ്റ് സിനിമാ മേഖലകളിലടക്കം ഇത്തരം ഒരു അന്വേഷണം വേണമെന്നുള്ള ആവശ്യമായി പലരും രംഗത്തേക്ക് വരുന്നൊരു സാഹചര്യം വരെ ഉണ്ടായി. എന്തായാലും ദേശീയ വനിതാ കമ്മീഷൻ അംഗം, അല്ലെങ്കിൽ ദേശീയ വനിതാ കമ്മീഷനെ ഇടപെടുന്നതോടുകൂടി അത് ഒരിക്കൽ കൂടി ശ്രദ്ധേയമാവുകയാണ്, അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് എന്ന് വേണം നമുക്ക് പറയാൻ. എന്തായാലും ഈ വനിതാ കമ്മീഷൻ അംഗം തിരുവനന്തപുരത്ത് എത്തും എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാലുള്ള തുടർ നടപടികളെക്കുറിച്ച്, അതായത് ഈ മൊഴി നൽകിയ അവരെ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഇരകൾ ഉൾപ്പെടെയുള്ളവരെ നേരിട്ട് കാണുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. എന്തായാലും അവർ ഉൾപ്പെടെയുള്ളവരെ കണ്ട് മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ്. എന്തായാലും വിവിധ വനിതാ സംഘടനകൾ അടക്കമുള്ളവരെ കാണും. ഒപ്പം വനിതാ കമ്മീഷൻ അധ്യക്ഷയെയും കാണും എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ശരി, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിൽ വിശദമായ പഠനം നടത്താൻ, വിശദമായ വിവരങ്ങൾ തിരക്കാനാണ് ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ അംഗം കൂടിയായ ഡെലീന കോങ്ഡപ്പ് കേരളത്തിലേക്ക് എത്തുന്നത്. വിശദാംശങ്ങളാണ് റിനു ശ്രീധർ നൽകിയത്.